ബലാത്സംഗം, നിർബന്ധിത ഗർഭഛിദ്രം, സാമ്പത്തിക ചൂഷണം, ഭീഷണി ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ മൂന്നാമത്തെ പരാതിയിൽ, യുവതിയുടെ പരാതിയിൽ ഗുരുതരമായി രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ നിൽക്കുന്നത്. അതിലാണ് ഇപ്പോൾ അറസ്റ്റ് നടന്നിരിക്കുന്നത്. ഈ കാണുന്നത് പോലെ പാലക്കാട്ടെ ഹോട്ടലിൽ നിന്ന് പുലർച്ചെ 12:30-ക്കാണ് രാഹുലിനെ അറസ്റ്റ് ചെയ്തത്. അങ്ങനെ പത്തനംതിട്ട AR ക്യാമ്പിൽ എത്തിച്ചു. ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഉച്ചയോടുകൂടി കോടതിയിൽ ഹാജരാക്കുമെന്നാണ് പറയുന്നത്. പത്തനംതിട്ട AR ക്യാമ്പിന് മുന്നിൽ നിന്നും കണ്ണൻ നായരായിരുന്നു വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. നമ്മൾ വീണ്ടും പാലക്കാട്ടേക്ക് ഒന്ന് പോവുകയാണ്. ഗോകുൽ VS അവിടെ നിന്നും വിവരങ്ങളുമായി തുടരുന്നുണ്ട്. ഗോകുൽ, ഈ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. അവിടെ നിന്നുള്ള പ്രധാനപ്പെട്ട CCTV ദൃശ്യങ്ങളാണ് മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ടത്. ഒപ്പം ഈ കേസ്, പരാതി, അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ ഇത്രയും നേരം നമ്മൾ സംസാരിക്കുകയായിരുന്നു. അതിനോടൊപ്പം തന്നെ ഈ രാഷ്ട്രീയപരമായ സാഹചര്യങ്ങൾ കൂടി ഇതിനോടൊപ്പം തന്നെ ഉണ്ടാകും. DCC പ്രസിഡന്റ് പറഞ്ഞതനുസരിച്ച് കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉറപ്പായിട്ടും ആ തരത്തിലായിരിക്കും, ഞങ്ങൾ പുറത്താക്കിയതാണ്, ഇനി എന്താണ് അതിൽ ചെയ്യാനുള്ളത് എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ടും കോൺഗ്രസ് നേതാക്കൾ ഉയർത്തുക തന്നെ ചെയ്യും. പക്ഷേ ഒരു തിരഞ്ഞെടുപ്പ് സമയം വരികയാണ്. പാലക്കാട് MLA ആണ്, കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ച ഒരാളാണ്. പാർട്ടിയിൽ നിന്ന് പുറത്തായി എങ്കിൽ പോലും പ്രതിരോധം അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനം. ഈ തിരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ പാലക്കാട് രാഷ്ട്രീയം ഇനി എങ്ങനെയായിരിക്കും? തീർച്ചയായും പാലക്കാട്ടെ രാഷ്ട്രീയം അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, ഈ വിഷയമായി തന്നെ നിലനിൽക്കും. രാഹുലിൻ്റെ വിഷയം തന്നെ വരുന്ന തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുമെന്നുള്ളത് ഉറപ്പാണ്. പാലക്കാട് നിയമസഭയിൽ കോൺഗ്രസിന് ഇതിന് മറുപടി പറയേണ്ടി വരും. കാരണം ഇന്ന് DCC പ്രസിഡന്റ് തങ്കപ്പൻ പറഞ്ഞത് തങ്ങൾക്ക് രാഹുലുമായി ബന്ധമില്ല, രാഹുലിനെ പുറത്താക്കിയെന്നാണ്. അങ്ങനെ പറഞ്ഞ് ഒഴിയാൻ ഒരിക്കലും കോൺഗ്രസിന് കഴിയില്ല. തെരഞ്ഞെടുപ്പിൽ ജനങ്ങളോട് അതിന് മറുപടി പറയേണ്ടി തന്നെ വരും. കാരണം കോൺഗ്രസിൻ്റെ MLA ആയാണ് രാഹുൽ വിജയിച്ചത്. കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തിലാണ് രാഹുൽ വിജയിച്ചത്. അങ്ങനെ ഒരാൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് കൊണ്ട് മാത്രം എല്ലാ ബന്ധങ്ങളും അവസാനിച്ചോ എന്നുള്ളതാണ്. അയാളെ രാജിവെപ്പിക്കേണ്ട ഉത്തരവാദിത്തം പാർട്ടിക്കുണ്ടോ? അയാളെ പുറത്താക്കി എന്നുള്ളത് കൊണ്ട് അയാളിലുള്ള എല്ലാ ഉത്തരവാദിത്തം കഴിഞ്ഞോ? അങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട്. ഒരുപക്ഷെ ഈ പറയുന്ന സമയത്ത് ഞങ്ങളൊക്കെ ആദ്യം നടപടിയെടുത്തില്ലേ, രാഹുലിനെ പുറത്താക്കിയില്ലേ എന്നൊക്കെ പറയാം. എങ്കിൽ കൂടി അതിനപ്പുറത്തേക്ക് മറ്റ് കാര്യങ്ങൾ MLA എന്നുള്ള രീതിയിൽ അതിൻ്റെ പ്രിവിലേജ് ഇപ്പോഴും രാഹുലിന് കിട്ടുന്നുണ്ട്. അതിന് കാരണം കോൺഗ്രസ് ആണ് രാഹുലിനെ സ്ഥാനാർത്ഥിയാക്കിയത്. അപ്പോൾ സ്വാഭാവികമായും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ ഇതിനെല്ലാം തന്നെ മറുപടി കോൺഗ്രസിന് പറയേണ്ടി വരും. ഏകദേശം ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിലും ഈ നിയമസഭയുടെ കാലാവധി കഴിയുന്നതിന്റെ അവസാന ഘട്ടത്തിൽ പാലക്കാട് ഒരു MLA ഇല്ലാത്ത സ്ഥിതി വരുന്നു, അല്ലെങ്കിൽ MLA നിർജീവമാവുന്ന സ്ഥിതി വരുന്നു. ശരിയാണ്, നേതാക്കളൊക്കെ ഈ തരത്തിൽ പറയുകയാണ് എങ്കിൽ പോലും കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ കോൺഗ്രസിനോട് അടുത്ത് വളരെ സജീവമായിട്ട് നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLA നമുക്ക് കാണാൻ പറ്റുകയായിരുന്നു. MLA സ്ഥാനത്ത് ഇരിക്കുന്ന വ്യക്തിയാണ്. മാധ്യമങ്ങൾ കൃത്യമായിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, MLA സ്ഥാനത്ത് നിന്ന് മാറാൻ ആവശ്യപ്പെടുമോ എന്നുള്ളത്. അപ്പോഴും പറയുന്നത് കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയല്ലോ, ഇനി എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. തീർച്ചയായും, അതായത് അതിനപ്പുറത്തേക്ക് കോൺഗ്രസിൽ നിങ്ങൾ പുറത്താക്കി എന്നതുകൊണ്ട് മാത്രം ഒരു ഉത്തരവാദിത്തം കഴിയുന്ന നിലയിലേക്ക് എത്തുമോ എന്നുള്ളതാണ് ചോദ്യം. കാരണം അങ്ങനെ ഒഴിവാക്കി ബന്ധം അവസാനിപ്പിക്കാൻ കഴിയുമോ? കാരണം അവിടുത്തെ ജനങ്ങളാണ്, പാലക്കാട്ടെ ജനങ്ങളാണ് രാഹുലിനെ തിരഞ്ഞെടുത്തത്. അത് കോൺഗ്രസിനെ വിശ്വസിച്ചാണ്. ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ വിജയിച്ചത് രാഹുലിൻ്റെ മിടുക്കുകൊണ്ട് മാത്രമല്ല, കോൺഗ്രസിനെ ജനങ്ങൾ വിശ്വസിച്ചുകൊണ്ടാണ്. കോൺഗ്രസിൻ്റെ കൈപ്പത്തി ചിഹ്നത്തിനാണ് ജനങ്ങൾ വോട്ടിയത്. അപ്പോൾ അങ്ങനെ പറഞ്ഞു ഒഴിയാൻ ഒരിക്കലും കോൺഗ്രസിന് കഴിയില്ല. അതിന് സ്വാഭാവികമായും പാലക്കാട് കോൺഗ്രസിന് മറുപടി പറയേണ്ടി വരും. അതെത്രമാത്രം ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ കഴിയും, അല്ലെങ്കിൽ കൺവിൻസ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ കൺവിൻസ് ചെയ്യാൻ കഴിഞ്ഞാൽ മാത്രമേ അടുത്ത വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനൊരു മുന്നേറ്റം പാലക്കാട് ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ കഴിഞ്ഞ തവണ ഉണ്ടായ ആ നിലയിലുള്ളൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയൂ എന്നുള്ളതാണ്. ഇന്ന് രാത്രി 12:30 ഈ KPM ഹോട്ടലിൽ നിന്ന് പോലീസ് സംഘം രാഹുലിനെ കസ്റ്റഡിയിലെടുക്കുന്നത്. 12 മണിക്ക് അവർ ഇവിടെ എത്തി. ലോബിയിലുള്ള ഇവിടുത്തെ ജീവനക്കാരുടെ ഫോണും മറ്റും സീസ് ചെയ്തതിന് ശേഷം നേരെ 2002 എന്ന് പറയുന്ന രാഹുൽ താമസിച്ചിരുന്ന മുറിയിലേക്ക് എത്തി. അവിടെ വെച്ച് നേരെ രാഹുലിനെ കസ്റ്റഡിയിലെടുക്കുകയും നേരെ പത്തനംതിട്ടയിലേക്ക് കൊണ്ടുപോവുകയുമാണ്. പുതിയ പരാതിയിലാണ് ഈ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് നീങ്ങിയത്. അപ്പോൾ ഇതിനു മുൻപ് 2 പരാതികൾ ഉണ്ടായപ്പോൾ തന്നെ ഒളിവിൽ പോകാനും മുൻകൂർ ജാമ്യം നേടാനും ഒക്കെ രാഹുലിന് കഴിഞ്ഞു. പക്ഷേ നിലവിൽ അത് കഴിയില്ല. രാഹുൽ കുറച്ച് നാളെങ്കിലും അകത്ത് കിടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. കാരണം ഗുരുതര വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന്
മജിസ്ട്രേറ്റിന് മുന്നിലാണ് ഹാജരാക്കുന്നതെങ്കിൽ ഒരുപക്ഷെ ജാമ്യം കിട്ടാനുള്ള സാധ്യതയൊക്കെ തന്നെ കുറവാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം, ഒരു MLA ഒരു ബലാത്സംഗ കേസിൽ ജയിലിനകത്ത് കിടക്കുന്നു എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അയാളെ പുറത്താക്കിയെങ്കിൽ കൂടി കോൺഗ്രസിൻ്റെ ടിക്കറ്റിലാണ് അദ്ദേഹം മത്സരിച്ച് വിജയിച്ചത്, കൈപ്പത്തി ചിഹ്നത്തിലാണ് മത്സരിച്ച് വിജയിച്ചത്. അതൊന്നും തന്നെ ജനങ്ങൾ മറന്നു കാണാനിടയില്ല. ഇതൊരു തിരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന ഒരു സമയമാണ്. ഇനി വളരെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ അടുത്തൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിനായി. അപ്പോൾ ആ ഘട്ടത്തിൽ ഇങ്ങനെ ഏറ്റവും ഒരു തിരിച്ചടി, അത് കുറഞ്ഞ പക്ഷം പാലക്കാട് മണ്ഡലത്തിലെങ്കിലും കോൺഗ്രസിന് മറുപടി പറയേണ്ടി വരും. സ്വാഭാവികമായും നടപടിയെടുത്തു മാറ്റി നിർത്തി ഇനി സ്ഥാനാർത്ഥിത്വം കൊടുത്തില്ലെങ്കിൽ ഒരുപക്ഷെ കേരളത്തിൽ ഇത് ചർച്ചയാകുമെങ്കിൽ കൂടി പാലക്കാട് മാത്രമേ കോൺഗ്രസിന് മറുപടി പറയേണ്ടി വരൂ. അപ്പോൾ പക്ഷേ അതിനെ ഓരോ ജനങ്ങളെയും ബോധിപ്പിക്കേണ്ട ഒരു സാഹചര്യം കോൺഗ്രസിന് വരും. അതിനുള്ളൊരു എഫേർട്ട് കോൺഗ്രസ് എടുക്കേണ്ടിയും വരുമെന്നുള്ളത് ഉറപ്പാണ്. തീർച്ചയായിട്ടും അങ്ങനെയാണ്. ഗോകുൽ VS ആണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പാലക്കാട് MLA ആണ്, രാഷ്ട്രീയ സാഹചര്യമൊക്കെ ആ വിധത്തിലാണ്. ഇതിൽ ആദ്യം വന്ന പ്രധാനപ്പെട്ട പ്രതികരണം എന്ന് പറയുന്നത് പാലക്കാട് DCC പ്രസിഡന്റ് A തങ്കപ്പൻ്റേതായിരുന്നു. അതിൽ പറയുന്നത് ഈ വിഷയം തന്നെയാണ്. രാഹുലിനെ പുറത്താക്കി ഡിസ്മിസ് ചെയ്തിട്ടുണ്ട്, ഇതിനപ്പുറത്തേക്കും എന്ത് മറുപടിയാണ് ഞങ്ങൾ നൽകേണ്ടത് എന്നാണ് ചോദ്യം. സ്വാഭാവികമായിട്ടും ആ ഒരു കാരണം മുന്നിലേക്ക് വെക്കാം, ശരിയാണ്. പക്ഷേ പ്രതിസന്ധി അതിപ്പോഴും തുടരുന്നുണ്ട് എന്നുള്ളതാണ്. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് പാലക്കാട് ചർച്ചകൾ, സ്ഥാനാർത്ഥി നിർണയം, അതുമായി ബന്ധപ്പെട്ടുള്ള ഓരോ ചർച്ചകളൊക്കെ വലിയ തോതിൽ തന്നെ മുന്നിലേക്ക് പോവുകയാണ്. മത്സര പോരാട്ടം അത് നേർക്കുനേർ വരുന്നത് BJPയും കോൺഗ്രസും തമ്മിലാണ്. അത് മാത്രമല്ല, അപ്പോൾ BJPയുടെ ഭാഗത്തു നിന്നായാലും CPMന്റെ ഭാഗത്ത് നിന്ന് LDFന്റെ ഭാഗത്തു നിന്നായാലും പാലക്കാട് ഉൾപ്പെടെ അതിരൂക്ഷമായ പ്രതികരണം ഇതിൽ മുന്നിലേക്ക് വരും എന്നുള്ള കാര്യവും ഉറപ്പാണ്. അപ്പോൾ പുറത്താക്കി എന്നതുകൊണ്ട് മാത്രം ഈ പ്രശ്നങ്ങളൊക്കെ ഇവിടെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അവസാനിക്കുമോ എന്നുള്ളതാണ് ഇനി ചോദ്യം. കാരണം